റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ 15-ാം ഭാഗം. ഫ്ളാറ്റ് തുറന്ന് ആനന്ദി അകത്തേക്ക് കയറുമ്പോൾ കിരൺ കുരവിയിട്ടു. റാമും ബിനീഷും കിരണിനെ വല്ലാത്ത രീതിയിൽ നോക്കി. അല്ല, എന്റെ അറിവിൽ ഇത് ആദ്യമായിട്ടാ ഈ ഫ്ളാറ്റിലൊരു പെണ്ണ് വരുന്നത്. അതിന്റെ സന്തോഷമാ. അത് കേട്ടതും ആനന്ദി ചിരിച്ചു. ഹാളിൽ അവർ 4 പേരും ഇരുന്നു. എവിടെയാ ആനന്ദിയുടെ വീട്? വിനീഷ് ചോദിച്ചു. വാണിയമ്പാടിയില ചേട്ടാ. ആ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛനും അമ്മയും ഒരനിയനും ഉണ്ട്. അവളുടെ കുടുംബകാര്യങ്ങൾ റാമിനും പുതിയ അറിവായിരുന്നു. ആഹാ, ഹാപ്പി ഫാമിലി ആണല്ലോ, വിനീഷ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, അതെ. അച്ഛൻ എന്താ ജോലി? അയാൾ ഉടനെ അടുത്ത ചോദ്യം ചോദിച്ചു. അതൊക്കെ ചോദിക്കുന്നത് എന്തിനാ ചേട്ടാ? ചേട്ടൻ എന്റെ ലൈഫുമായല്ലേ ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ എന്നെപ്പറ്റി മാത്രം അറിഞ്ഞാൽ പോരെ? ആനന്ദിൽ നിന്നും അങ്ങനൊരു മറുപടി വിനീഷോ റാമോ കിരണോ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സോറി, ഇയാൾ ദിവസം മുഴുവൻ ഓടി നടന്ന് കഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് റാം പറഞ്ഞിരുന്നു. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. അയാൾ തന്റെ മുഖത്ത് ചമ്മൽ മറയ്ക്കാൻ നന്നേ പാടുപെട്ടു. എന്റെ കഷ്ടപ്പാട് വീട്ടിലെ പട്ടിണി മാറ്റാൻ വേണ്ടിയൊന്നുമല്ല ചേട്ടാ. എല്ലാവർക്കും ലൈഫിൽ ഇത്തിരി രഹസ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതുപോലൊരു കുഞ്ഞു രഹസ്യം മാത്രം. എങ്കിൽ ശരി, ഞാൻ ഇറങ്ങട്ടെ. കുറച്ച് പൂമാലകൾ ഒരിടത്ത് ഡെലിവറി ചെയ്യാനുണ്ട്. പൂക്കട അടയ്ക്കും മുന്നേ അത് പോയി എടുക്കണം. ആനന്ദി എഴുന്നേറ്റു. അവർ 3 പേരും താഴെ വരെ അവൾക്കൊപ്പം ചെന്നു. നമ്മുടെ ലൈഫിലെ ചില കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അത് ചിലപ്പോൾ നഷ്ടം വരുത്തിയേക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതാവും നല്ലത്. വണ്ടിയിലേക്ക് കയറും മുൻപ് ബിനീഷിനെ നോക്കി അവൾ പറഞ്ഞു. അവളുടെ ഉള്ളിൽ ഒരു കനലുണ്ട്. വൈകാതെ അതാളും. ആനന്ദി പോയതും ബിനീഷ് പറഞ്ഞു. റാമിന് ആനന്ദി പറഞ്ഞതിന്റെയോ ബിനീഷേട്ടൻ പറഞ്ഞതിന്റെയോ അർത്ഥങ്ങൾ മനസ്സിലായില്ല. അന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ ആനന്ദി പറഞ്ഞ കാര്യങ്ങൾ അവൻ തിരിച്ചും മറിച്ചും ചിന്തിച്ചു. ഒടുവിൽ എപ്പോഴോ ഉറങ്ങുകയും ചെയ്തു. അന്നും തലേന്നത്തെ പോലെ മഴ ചാറുന്നുണ്ടായിരുന്നു. ഇന്നലത്തെ അപേക്ഷിച്ച് അന്നത്തെ മഴയ്ക്ക് അല്പം കൂടി ശക്തിയുണ്ടായിരുന്നു. റെയിൽവേ മേലപ്പാലത്തിന്റെ പടികൾ ഇറങ്ങി വരുമ്പോൾ ആദ്യത്തെ ബെഞ്ചിലായി മല്ലി ഇരിപ്പുണ്ടായിരുന്നു. റാമിനെ കണ്ടതും അവൾ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. മല്ലി നിന്നെ നോക്കി കുറെ നേരമായിരിക്കുക. സമൂസ വിൽക്കുന്ന അമ്മച്ചി റാമിനെ കടന്നു പോകുമ്പോൾ പറഞ്ഞു. ഹലോ, ഗുഡ് മോർണിംഗ്. റാം ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഗുഡ് മോർണിംഗ്. നീ ലേറ്റായല്ലോ. ട്രെയിൻ പോയി? അയ്യോ, പോയോ? സാരമില്ല, ഇരിക്ക്. 15 മിനിറ്റ് കഴിഞ്ഞാൽ ഒരെണ്ണമുണ്ട്. നമുക്ക് അതിൽ പോകാം. മല്ലി തിരികെ ബെഞ്ചിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. റാമും അവൾക്കൊപ്പം ഇരുന്നു. ഇരുവരും റെയിൽവേ ട്രാക്കിലും പ്ലാറ്റ്ഫോമിന്റെ അറ്റത്തുമായി മഴത്തുള്ളികൾ വീഴുന്നു നോക്കിയിരുന്നു. ആരായി കാളിദാസ്? അല്പനേരത്തെ മൗനത്തിന് ശേഷം റാം ചോദിച്ചു. ആരാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് ആ ചോദ്യം ചോദിക്കുന്നതിൽ എന്തർത്ഥം റാം? അവൾ ലാഘവത്തോടെയാണ് അത് പറഞ്ഞത്. എനിക്ക് ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ ക്ലാസിക്കൽ ഡാൻസിന് ചേരാൻ വന്ന കാളിദാസിന്റെ പഴയകാലം അറിയണം. റാം മല്ലിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. കാളിദാസിന്റെ പഴയകാലമൊക്കെ കേട്ട് ഇത്ര രാവിലെ തന്നെ നിന്റെ മൂഡ് കളയണോ? മൂടൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നല്ലേ മല്ലി? ഹഹാ, ശരിയാണ്. നമ്മൾ എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അതാണല്ലോ കാളിദാസിനെ നീ മല്ലിയായി പരിചയപ്പെട്ടതും. പറയുമല്ലേ, നിനക്ക് +2 വരെ പഠിച്ച സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നീ ഒരാണാണെങ്കിൽ മല്ലി തെരുവിൽ വളർന്നതല്ല. എന്താ നിന്റെ കഥ? എനിക്കറിയണം. റാം അവളുടെ മുഖത്ത് തന്നെ നോക്കിയിരുന്നു. കഥ കേട്ടാൽ മാത്രമേ അവൻ അടങ്ങൂ എന്ന് മനസ്സിലായപ്പോൾ മഴത്തുള്ളികൾ വീഴുന്ന ട്രാക്കിലേക്ക് നോക്കി മല്ലി കഥ പറഞ്ഞു തുടങ്ങി. സേലത്തായിരുന്നു കാളിദാസിന്റെ വീട്. അവന് മദ്യപാനിയായ ഒരച്ഛനും സാധുവായ ഒരമ്മയും പാവം ഒരനിയനും ഉണ്ടായിരുന്നു എന്നല്ല, അവരൊക്കെ ഇപ്പോഴുമുണ്ട്. അവന് 5 വയസ്സുള്ള സമയത്ത് അടുത്ത വീട്ടിൽ മദ്യപിച്ച് വെളിവില്ലാതെ കിടക്കുന്ന അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാൻ അമ്മ നിരന്തരം അവനെ അങ്ങോട്ടേക്ക് വിടുമായിരുന്നു. അന്ന് അവന് അമ്മമാരുടെ മൂല കുട്ടികൾ ചെയ്യുമ്പോൾ മാത്രമാണ് പാല് കിട്ടുക എന്നുള്ള അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അച്ഛന്റെ ആ സുഹൃത്താണ് അവനെ തിരുത്തിയത്. ആണുങ്ങളിലും പാൽ ചുരക്കാറുണ്ടെന്ന് അവൻ അയാൾ പഠിപ്പിച്ചു കൊടുത്തു. ഓരോ ദിവസവും അച്ഛന്റെ മദ്യപാനം കൂടിക്കൂടി വന്നു. അച്ഛന്റെ ചങ്ങാതിക്ക് കാമം തീർക്കുവാനുള്ള അവസരങ്ങളും. പോകെ പോകെ മുതിർന്ന ആണുങ്ങളൊക്കെ അവനെ തൊട്ടാലോ തലോടിയാലോ അവർക്ക് പാൽ ചുരുത്താൻ വേണ്ടിയുള്ള അടയാളമാണതെന്ന് 5 വയസ്സുകാരൻ തെറ്റിദ്ധരിച്ചു. ചിലർ ആ തെറ്റിദ്ധാരണയെ മുതലെടുക്കുവാൻ തുടങ്ങി. സമപ്രായക്കാർക്കൊപ്പം കളിക്കാൻ പോകേണ്ട സമയത്ത് അവനെ മുതിർന്നവർ അവരുടെ നേരം പോക്കിന് വേണ്ടി ഒപ്പം കൊണ്ടു നടന്നു. മടി കൂടാതെ കൂടെ ചെല്ലുവാൻ വേണ്ടി അവൻ ഇഷ്ടപ്പെട്ട മിഠായികൾ അവർ വാങ്ങിക്കൊടുത്തു. പോകെ പോകെ ഗ്രാമത്തിലെ ആണുങ്ങളിൽ പലരും കാമം ശമിപ്പിക്കാൻ കാളിദാസിനെ കൂടെ കൂട്ടി. നാട്ടിലെ സുന്ദരികളായ പല സ്ത്രീകളുടെ പേരും വിളിച്ചുകൊണ്ട് അവർ അവനെ ഉപയോഗിച്ചു. ആ വിളികളിൽ അവരെയൊക്കെ പോലെ താനും ഒരു പെണ്ണാണെന്ന് അവൻ സങ്കല്പിച്ചു. അവന്റെ നടത്തവും ശൈലികളും പെൺകുട്ടികളുടേത് പോലെയായി മാറി. മറ്റുള്ള കുട്ടികളെ പോലെ സ്വാഭാവിക വളർച്ചയല്ലാത്തതിനാൽ മാനസികമായും ശാരീരികമായും പലതരം മാറ്റങ്ങളും അവനിലുണ്ടായി. മുതിർന്നവർക്കൊപ്പം കാമം തീർക്കാൻ പോയി നാട്ടിലെ ആള് വരാത്ത മതിലിടുക്കുകളും വാൽവരമ്പുകളും മരച്ചോടുമെല്ലാം അവന് കാണാപ്പാടമായിരുന്നു. തിരിച്ചറിവ് വന്നു തുടങ്ങിയപ്പോൾ തന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അത്രയും തന്റെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളല്ല എന്നവൻ തിരിച്ചറിഞ്ഞു. അതോടെ മുതിർന്നവരുടെ കാമം ശമിപ്പിക്കാൻ പോകുന്ന പരിപാടിയും അവൻ നിർത്തി. പക്ഷെ കുഞ്ഞു മനസ്സിൽ പതിഞ്ഞവ പെട്ടെന്ന് മാറില്ലല്ലോ. തന്റെ സമപ്രായക്കാർ പെൺകുട്ടികളെ നോക്കുമ്പോൾ അവൻ ആൺകുട്ടികളെ അവർ പോലും അറിയാതെ പ്രേമിച്ചുകൊണ്ടിരുന്നു.
അവന്റെ സമപ്രായക്കാർ ലൈംഗികതയെപ്പറ്റി രഹസ്യമായി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയും ഓർമ്മ വച്ചപ്പോഴേ തനിക്ക് ലഭിച്ചിട്ടുള്ള ബാലപാഠങ്ങളാണല്ലോ എന്നോർത്ത് അവന് പലപ്പോഴും ചിരി പൊട്ടി. അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു രാത്രിയിലാണ് അവന്റെ അച്ഛൻ മദ്യപിക്കാൻ ആരോ പണം കൊടുത്ത് സഹായിച്ചതിന് പ്രതിഫലമായി അമ്മയെ ഒരു രാത്രി കൊടുക്കാമെന്ന പേരിൽ അയാളെയും കൂട്ടി വീട്ടിൽ വന്നത്. അമ്മ വളരെയധികം കഷ്ടപ്പെട്ട് വയലിലും മറ്റും പണിക്ക് പോയാണ് ആ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അച്ഛൻ കൂട്ടിക്കൊണ്ടുവന്ന ആളുടെ തലയിൽ അമ്മ തിളച്ച വെള്ളം കോരിയൊഴിച്ച് ഓടിച്ചു വിട്ടു. ആ രാത്രിയിൽ വീട്ടിൽ വലിയ വഴക്ക് നടന്നു. കാളിദാസിന്റെ അനുജൻ അപ്പോൾ ഉറങ്ങുകയായിരുന്നു. പക്ഷെ കാളിദാസ് അതിനെല്ലാം സാക്ഷിയായിരുന്നു. അമ്മയെ അയാൾ നഗ്നയായി ശാരീരികമായി ഉപദ്രവിച്ചു. തീരെ അവശയായ അവന്റെ അമ്മ ആ രാത്രി തന്നെ അവനെയും അനുജനെയും കൂട്ടി ആ വീട് വിട്ടിറങ്ങി. അതിനുശേഷം പഠിക്കണം, അമ്മയെയും അനുജനെയും നല്ല രീതിക്ക് നോക്കണം എന്ന ലക്ഷ്യം മാത്രമായിരുന്നു കാളിദാസിന്. അമ്മ വയലിൽ പണിക്ക് പോകുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ആ കുടുംബം മുന്നോട്ട് പോകാത്തതിനാൽ അവനും ജോലി തേടിയിറങ്ങി. തന്റെ സ്ത്രൈണതയെ ആളുകൾ പരിഹസിക്കുന്നത് കൊണ്ട് ഏത് ജോലിയും ചെയ്യാൻ അവന് പരിമിതികളുണ്ടായി. അങ്ങനെയാണ് ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും അവൻ പെൺവേഷം കെട്ടി ആടിത്തുടങ്ങിയത്. തന്റെ അതേ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന അനവധി പേരെ അന്നവിടെ കണ്ടുമുട്ടി. അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ട് അവന്റെ കുടുംബം കഴിഞ്ഞു പോന്നു. അനുജന്റെ പഠിപ്പും കാളിദാസിന്റെ പഠിപ്പും ഒരുപോലെ നടന്നു. അവൻ +2 പഠിക്കുന്ന സമയത്തൊക്കെ പരീക്ഷയുടെ തലേന്ന് പോലും പുലർച്ചെ വരെ വേഷം കെട്ടാൻ പോയിരുന്നു. വീട്ടിൽ അമ്മയും അനുജനും പട്ടിണി കിടക്കാൻ പാടില്ലെന്നും അനുജന് ഒരുവിധ കുറവുകളും ഉണ്ടാകാൻ പാടില്ലെന്നുമായിരുന്നു അവന്റെ ആഗ്രഹം. അങ്ങനെ 90% മാർക്കോടെ അവൻ +2 പാസ്സായി. അപ്പോഴേക്കും അവന്റെ അനുജനും ഹൈസ്കൂൾ കാലഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. പോകെ പോകെ തന്റെ ചേട്ടന്റെ വ്യക്തിത്വം അനുജന് നാണക്കേടായി തുടങ്ങി. കൂട്ടുകാർക്കിടയിൽ പലപ്പോഴും അവനും പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി. ആ സമയത്താണ് നാളുകൾക്ക് ശേഷം അവരുടെ അച്ഛൻ അവരെ തേടി വന്നെത്തിയത്. അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് അയാൾ അവരെ 3 പേരെയും തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തന്നെ നശിപ്പിച്ച് ഗ്രാമത്തിലേക്ക് തിരികെ പോകുവാൻ കാളിദാസിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. എങ്കിലും അമ്മയും അനുജനും അച്ഛനോടൊപ്പം പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അവനും അവരോടൊപ്പം ചെന്നു. അച്ഛൻ കുടി നിർത്തിയതിനാൽ വീട്ടിൽ ചെലവിന് മറ്റൊരു മാർഗം ലഭിച്ചു. എങ്കിലും കാളിദാസ് ഉന്നത പഠനം ആഗ്രഹിച്ചു. സ്വന്തം ചെലവിൽ അവൻ ബിരുദം പഠിക്കാൻ ചേർന്നു. രാത്രികാലങ്ങളിൽ അവൻ വേഷം കെട്ടി ആടാൻ പോകുന്നതിൽ അനുജനെ പോലെ തന്നെ അച്ഛനും അതൃപ്തി പ്രകടിപ്പിച്ചു. അവർക്ക് നാണക്കേടുണ്ടാക്കാതെ വീട്ടിൽ തന്നെ മുഴുവൻ സമയം ഒതുങ്ങിക്കൂടാൻ കാളിദാസിനെ അവർ നിർബന്ധിച്ചു. എങ്കിലും കാളിദാസ് പഠിക്കാനും വേഷം കെട്ടി ആടാനും പോയിക്കൊണ്ടിരുന്നു. ആദ്യമൊക്കെ അമ്മ കാളിദാസിന്റെ ഭാഗം നിൽക്കുമായിരുന്നുവെങ്കിലും അനുജനും അച്ഛനോടൊപ്പം നിന്നുകൊണ്ട് കാളിദാസിനെ കുത്തുവാക്കുകൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ചെറുത്തു നിൽക്കാനാവാതെ അമ്മയും പതിയെ നിശബ്ദയായി. കാളിദാസ് ശരിക്കും ആ വീട്ടിൽ ഒറ്റപ്പെട്ടു. ആ സമയത്താണ് ജോലി ചെയ്യുന്ന കമ്പനിയുടെ ട്രെയിനിങ്ങിനോ മറ്റോ ആയി കാളിദാസിന്റെ വീടിനരികിൽ 1 മാസത്തെ താമസത്തിനായി ഒരു സുന്ദരനായ താടിക്കാരൻ വന്നെത്തിയത്. അയാൾ കാളിദാസിനെ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അവർക്കിടയിൽ ഒരു സ്നേഹബന്ധം ഉടലെടുത്തു. വീട്ടിൽ വഴക്കുണ്ടാവുന്ന ദിവസങ്ങളിൽ കാളിദാസിനെ അയാൾ അയാളുടെ വീട്ടിൽ സംരക്ഷിച്ചു. ചില ദിവസങ്ങളിൽ കാളിദാസ് അയാൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ഒടുവിൽ ട്രെയിനിങ്ങിന് കഴിഞ്ഞ് ചെന്നൈക്ക് പോകാൻ തുടങ്ങിയ അയാൾ കൂടെ ചെല്ലാൻ പറഞ്ഞു. ജീവിതം അടുത്തു തുടങ്ങിയ കാളിദാസിന് ആ ഒരു വിളി അത്രമേൽ വിലപ്പെട്ടതായിരുന്നു. അതുവരെ എങ്ങും നിന്നും ലഭിക്കാത്ത സ്നേഹം ഉപേക്ഷിക്കാൻ അവന് കഴിഞ്ഞില്ല. അയാളെ വിശ്വസിച്ച് സേലംകാരനായ കാളിദാസ് അത്യാവശ്യം സാധനങ്ങളുമായി അമ്മയോട് പോലും പറയാതെ വീട് വിട്ടിറങ്ങി ചെന്നൈക്ക് ട്രെയിൻ കയറി. ഒടുക്കം കാളിദാസ് ജീവിതം കൊടുത്ത് സ്നേഹിച്ച അയാളും കൂട്ടുകാരും ചേർന്ന് അവനെ പരമാവധി ഉപയോഗിച്ച ശേഷം അറുവാണികളുടെ തെരുവിൽ കൊണ്ടിട്ടു. അങ്ങനെ കാളിദാസ് അവരുടെ സഹായത്തോടെ മല്ലിയായി പുനർജനിച്ചു. ആ മല്ലി ഇപ്പോൾ മറ്റൊരു താടിക്കാരനോട് ഗിണ്ടി റെയിൽവേ സ്റ്റേഷന്റെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്റെ പഴയ കഥകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മല്ലിയുടെ ചിരിയോടെ പറഞ്ഞു നിർത്തി. ദേ ട്രെയിൻ വരുന്നുണ്ട്. മല്ലി തന്റെ ജീവിതം കേട്ടിരുന്ന റാമിന്റെ തോൾ തട്ടിക്കൊണ്ട് പറഞ്ഞു. നീ ഇന്ന് എന്റെ ഒപ്പം കയറണ്ട മല്ലി. നിന്നെ ആളുകൾ പരിഹാസത്തോടെ നോക്കുന്നതോ നീ ആളുകളുടെ മുന്നിൽ തെണ്ടുന്നതോ കാണാൻ എനിക്കിപ്പോൾ പറ്റില്ല. ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ സ്ലോ ചെയ്യുമ്പോൾ റാം പറഞ്ഞു. അത് കേട്ട് മല്ലി ഒന്ന് ചിരിച്ചിട്ട് അവന്റെ തലമുടിയിൽ ഒന്ന് ചികഞ്ഞു. ശരി, നീ പോയിക്കോ, ഞാൻ അടുത്ത ട്രെയിനിൽ കയറിക്കോളാം. റാം വീണ്ടും അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. കണ്ണുനീരിന്റെ ഒരു കണം പോലും അവയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ റാമിന്റെ കണ്ണുകളിൽ അത് ആവോളം ഉണ്ടായിരുന്നു താനും. ട്രെയിൻ നിന്നപ്പോൾ അവൻ അകത്ത് കയറി ഒഴിഞ്ഞ ഒരു സീറ്റിൽ പോയിരുന്നു. 1 മിനിറ്റിന് ശേഷം ട്രെയിൻ വീണ്ടും മുന്നോട്ടെടുത്തപ്പോൾ അവൻ ഒരിക്കൽ കൂടി പുറത്തേക്ക് നോക്കി. മല്ലി അങ്ങോട്ടേക്കോ മറിഞ്ഞിരുന്നു. ട്രെയിൻ സാവധാനത്തിൽ വേഗത വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോയി. റാം അന്ന് കോളേജിലേക്ക് എത്തുമ്പോൾ സമയം 9:45 എന്തുപറ്റി ലേറ്റായി? റാമിനെ കണ്ടതും ആനന്ദി ചോദിച്ചു. മല്ലിയോട് സംസാരിക്കുകയായിരുന്നു. ഉന്മേഷമില്ലാത്ത രീതിയിൽ അവൻ പറഞ്ഞു. ശിവസാർ കയറിയിട്ടില്ല, വേഗം ചെന്നു. ആനന്ദി മുകളിലേക്ക് കണ്ണു കാട്ടി പറഞ്ഞു. റാം അവളെ നോക്കി പുഞ്ചിരിയോടെ മുകളിലേക്ക് നടന്നു കയറി. ക്ലാസ് ആകെ ബഹളമായിരുന്നു.
തന്റെ സീറ്റിനരികിൽ സതീഷ് ഇരിക്കുന്നത് കണ്ട് റാം ക്ലാസ്സിലാകെ ഒന്ന് കണ്ണോടിച്ചു നോക്കി. സതീഷിന്റെ സീറ്റിലിരുന്ന് വെട്രി ഫോണിൽ നോക്കിയിരിക്കുന്നു. രേഷ്മ ദേഷ്യത്തിലാണ്. എന്തുപറ്റി, അവനെന്താ അവിടേക്ക് മാറിയേ? റാം പിന്നിലേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിച്ചു. ഞങ്ങളാ ചിങ്കാവിയുടെ കാര്യം പറഞ്ഞു വഴക്കായി. അവൻ വിശ്വസിച്ചില്ലേ? ഇല്ലെന്നേ, അവളല്ല അവളെപ്പറ്റി കുറ്റം പറഞ്ഞ് ആനന്ദി കഞ്ചാവാന്ന് അവനിപ്പോ പറയുന്നത്. ഇനി നമുക്കൊന്നും പറയണ്ട റാം, അവൻ പോയി എന്താന്ന് വെച്ചാൽ അനുഭവിക്കട്ടെ. അങ്ങനെ വീട്ടിൽ പറ്റില്ലല്ലോ, ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അത് പറഞ്ഞിട്ട് റാം ആദ്യത്തെ വരിയിലേക്ക് ചെന്നിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന വെട്രിയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങിച്ചെടുത്തു. എന്താ മച്ചാ ഇത്? ഫോൺ തന്നെ. എടാ, രേഷ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. വേണേൽ ആനന്ദിയോട് ചോദിച്ചു നോക്ക്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു ടീമായല്ലേ? നീ പോയേ. വെട്രി റാമിന്റെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു. അപ്പോഴേക്കും ശിവസാർ ക്ലാസ്സിലേക്ക് വന്നെത്തി. റാം തിരികെ തന്റെ സീറ്റിലേക്ക് പോയിരുന്നു. സതീഷിനെ രേഷ്മയുടെ സീറ്റിലേക്ക് വിട്ടിട്ട് രേഷ്മ റാമിന്റെ ഒപ്പം കയറിയിരുന്നു. അന്ന് ഉച്ചക്കത്തെ ബ്രേക്കിന് തലേന്നത്തെ പോലെ തന്നെ വെട്രി അവർക്കൊപ്പം ഉണവകത്തിലേക്ക് പോയില്ല. മഴ പെയ്തുകൊണ്ടിരുന്നതിനാൽ റാമും രേഷ്മയും കൂടി ഒരു കുടയിലായി റോഡിലൂടെ നടന്നു. ഇവൻ ഇങ്ങനെയൊരു പെൺകോന്തനായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നടക്കുന്നതിനിടയിൽ റാം പറഞ്ഞു, ഇവന് കിട്ടുന്നതൊക്കെ ഇതുപോലെ എന്തെങ്കിലും തകരാറുള്ള ആളുകളാകുമെന്ന്. ഇതിനു മുൻപ് എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഒരു കാമുകി ഉണ്ടായിരുന്നു. ഫറൂച്ചി എന്നായിരുന്നു അവളുടെ പേര്. ബൈക്കിൽ ലിഫ്റ്റ് കൊടുത്ത് മറ്റോ പരിചയപ്പെട്ടതാ. ഒരു മെന്റൽ കേസായിരുന്നു. വെള്ളം കണ്ടാൽ അവൾക്ക് പ്രാന്ത. ദിവസവും ക്ലാസ് കട്ടാക്കിച്ച് ഇവനെയും കൊണ്ട് നാട്ടിലുള്ള സകല കുളങ്ങളിലും ചെക്ക് ഡാമിലുമൊക്കെ നീന്താൻ പോകും. ഒരു ദിവസം അവൾ മരീന ബീച്ചിൽ പോയി നീന്തിയിട്ട് തിരിച്ചു വന്നില്ല. അതിനുശേഷം മുടിയൊക്കെ നീട്ടി വളർത്തി വാരണമായിരം എന്ന സൂര്യ ഫിലിമിലെ ആ ശോക പാട്ടുമിട്ട് കുറെ കാലം ഇവൻ നടന്നു. പിന്നെ ഇവന്റെ വേഷം കെട്ട് ആരും മൈൻഡ് ചെയ്യാതെ വന്നപ്പോൾ അവനും അത് വിട്ടു. പക്ഷെ കടലിൽ നീന്താൻ പോയ ആ പെണ്ണെവിടെ പോയി? ആർക്കറിയാം. ഞാൻ അന്വേഷിച്ചപ്പോൾ ആ ദിവസങ്ങളിൽ ആർക്കും കടലിൽ അപകടം പറ്റിയിട്ടില്ല. എന്തായാലും അവളങ്ങനെ വെള്ളത്തിൽ മുങ്ങിച്ചാവുന്ന ഇനമല്ല. എന്റെ ബലമായ സംശയം അവളെ പോലെ തിമിംഗലവും വിഴുങ്ങിയിട്ടുണ്ടാകുമെന്ന്. ഇല്ലേ, ഡെഡ് ബോഡിയെങ്കിലും കിട്ടണ്ടേ? രേഷ്മയുടെ നിസാരമായിട്ടുള്ള മറുപടി കേട്ട് റാം അവളെ വല്ലാതെ നോക്കി. അവർ ഉണവകത്തിലെത്തുമ്പോൾ അവർക്ക് മുന്നേ ആനന്ദി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. റാമും രേഷ്മയും തൈരുസാദവും വാങ്ങി അവൾക്കരികിൽ പോയിരുന്ന് വെട്രിയുടെ കാര്യം പറഞ്ഞു. നമുക്ക് വഴിയുണ്ടാക്കാം. കാര്യങ്ങൾ കേട്ടതും ആനന്ദി പറഞ്ഞു. ആ സമയത്ത് ഉണവകത്തിൽ വിളമ്പാൻ നിൽക്കുന്ന അക്ക ഭക്ഷണം വാങ്ങാൻ വന്ന ഒരു സ്ത്രീയുമായി എന്തൊക്കെയോ ഒച്ചയും ബഹളവും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഇവളുടെ തല വഴി എനിക്ക് തിളച്ച സാമ്പാർ ഒഴിക്കണം, രേഷ്മ രൂക്ഷമായി അവരെ നോക്കി പറഞ്ഞു.